ഒരിക്കലൊരു കർഷകൻ കുടുംബത്തോടൊപ്പം ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിച്ചിരുന്നു. ആ വർഷം വേനൽ വളരെ കഠിനമായിരുന്നു. മാസങ്ങളോളം ഒരു തുള്ളി മഴ പോലും പെയ്തില്ല. വിളകൾ ഉണങ്ങി തുടങ്ങി. മഴയ്ക്കായി കാത്തിരുന്ന ഗ്രാമം മുഴുവൻ ഹൃദയം തകർന്നു. കർഷകരുടെ പ്രതീക്ഷകൾ മങ്ങാൻ തുടങ്ങി. ഒരു ദിവസം എല്ലാ ഗ്രാമങ്ങളും അവരുടെ വീടുകളിൽ ഒരു നിശ്ചിത സമയത്ത് ഒരേ സമയം പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് കർഷകനും ഭാര്യയും അവരുടെ 6 വയസ്സ് മാത്രം പ്രായമുള്ള മകളും സമ്മതിച്ച സമയത്ത് പ്രാർത്ഥിക്കാൻ ഒത്തുകൂടി. കൈകളോടെ കരച്ചിൽ മറയ്ക്കാൻ ഒരു പരിപരിക്കൻ ശബ്ദത്തോടെ കർഷകൻ പ്രാർത്ഥന തുടങ്ങി. ദൈവമേ, നിങ്ങൾ കുട്ടികളുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ വിളകൾ നശിക്കുന്നു. നമുക്ക് അതിജീവിക്കാൻ എത്രയും വേഗം മഴ പെയ്യിക്കുക. ഓരോ കുടുംബാംഗങ്ങളും അവരവരുടെ വഴിയിൽ പ്രാർത്ഥന തുടങ്ങി. ഇത് കേട്ട് 6 വയസ്സ് പ്രായമുള്ള മകളും പ്രാർത്ഥിച്ചു. ദൈവമേ, എന്റെ പിതാവ് വിഷമിക്കുന്നുണ്ട്. ദൈവത്തിനെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രാമത്തിൽ മഴ പെയ്യിക്കണമേ എന്ന് ആ കൊച്ചുകുട്ടിയും പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം കർഷകൻ തന്റെ വയലിലേക്ക് പോകാൻ എഴുന്നേറ്റത് കണ്ട് പെൺകുട്ടി ചോദിച്ചു, അച്ഛൻ എങ്ങോട്ടാണ് പോകുന്നത്? കർഷകൻ മറുപടി പറഞ്ഞു, ഫാമിലേക്ക് പോവുകയാണ്. പെൺകുട്ടി വേഗം അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു. കാത്തിരിക്കും അച്ഛാ, ഞാനും വരുന്നു അച്ഛൻ്റെ കൂടെ. അവൾ അകത്തേക്ക് ഓടിപ്പോയി. ശേഷം ഒരു കുടയുമായി മടങ്ങി വന്നു. അവളുടെ കയ്യിലെ കുട കണ്ട് അച്ഛൻ ചോദിച്ചു, നീ എന്തിനാണ് കുട കൊണ്ടുവന്നത്? സൂര്യൻ പോയി കഴിഞ്ഞു, വൈകുന്നേരമാണ്. എന്നാൽ ഇത് കേട്ട് പെൺകുട്ടി മറുപടി പറഞ്ഞു, ഞാൻ തണുപ്പുള്ള മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുടയില്ലാതെ പോയാൽ മഴ പെയ്താൽ നനയും. കേട്ട കർഷകൻ സ്തംഭിച്ചു പോയി. തന്റെ മകളുടെ വാക്കു കേട്ടപ്പോൾ അവരുടെ വിശ്വാസത്തിൽ അയാൾ ആശ്ചര്യപ്പെട്ടു. കർഷകൻ ആകാശത്തേക്ക് നോക്കി. മേഘങ്ങളും മഴയുടെയും യാതൊരു ലക്ഷണവും ഇല്ലാതെ തെളിഞ്ഞു നിൽക്കുന്ന ആകാശം. അയാൾ തന്റെ മകളുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി. നിമിഷം അയാളുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായി. പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് അതിനും പ്രധാനം. കർഷകൻ തന്റെ മകളെ കൈകളിൽ എടുത്തു. കർഷകൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് കുടയും കൈകളിൽ പിടിച്ച് വയലിലേക്ക് നടന്നു. ഇതുവരെ പെയ്തിട്ടില്ലാത്ത മഴ അന്ന് രാത്രി പെയ്തു. കർഷകന്റെയും അയാളുടെ ചെറിയ മകളുടെയും കഥ വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു സുപ്രധാന പാഠത്തിൽ നമ്മെ എത്തിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പല പ്രാവശ്യം പ്രയാസങ്ങളോ പ്രതികൂല സാഹചര്യങ്ങളോ നേരിടേണ്ടി വരാറുണ്ട്. പ്രതീക്ഷകൾ തകരുകയും വിശ്വാസങ്ങൾ അസ്തമിക്കുകയും നിരാശരാവുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈ കഥ കടുത്ത വരൾച്ചയുള്ള സമയത്തും ഗ്രാമം മുഴുവൻ മഴയ്ക്കായി പ്രാർത്ഥിച്ചു. എന്നാൽ അവരുടെ ഹൃദയം സംശയത്താൽ നിറഞ്ഞിരുന്നു. എങ്കിലും മഴ വരുമെന്ന് ഉറച്ച വിശ്വാസം പ്രകടിപ്പിച്ച് ആ പെൺകുട്ടി ഒരു കുട കൊണ്ടുവന്നു. വിശ്വാസത്തിൽ നിർണായകമാണ് നമ്മുടെ വിശ്വാസം. നമ്മളൊരു കാര്യത്തിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുമ്പോൾ അത് സംഭവിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വിശ്വാസം നമ്മുടെ പ്രവർത്തനങ്ങളെ നയിക്കുകയും ഫലങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സ്വപ്നങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും അടിത്തറയാണെങ്കിൽ നമ്മളിൽ വിശ്വാസത്തോടെ ഏതൊരു ജോലിയും ആരംഭിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഫലമുണ്ടാകും. നല്ലത് പ്രതീക്ഷിക്കുക, നല്ലത് സംഭവിക്കുമെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുക. വിശ്വാസം എന്നുള്ളത് നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള താക്കോലാണ്.